ഹലോ ഈ ചെമ്മനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മടുത്തു വന്ന ശ്രുതിയെ എടുത്ത് പൊക്കിക്കൊണ്ട് വരുവാണ് കേട്ടോ. ഇത് കണ്ട് ചന്ദ്ര ചോദിക്കും, എന്താ മോക്ക് പറ്റിയെന്ന് ചോദിക്കും. പറയും, ഒന്നുമില്ല അമ്മേ, മടുത്തു. അപ്പം ശ്രുതി വെറുതെ എടുത്തുകൊണ്ട് വന്നോന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അതിനെന്താ കുഴപ്പം എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇങ്ങനൊരു അമ്മായിയമ്മയെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, ഇങ്ങനൊരു മോൾ എൻ്റെയും ഭാഗ്യമാണ്, മോൾ ഇവിടെ ഇരിക്കും, ഞാൻ മോക്ക് കുടിക്കാൻ പാലെടുത്തിട്ട് വരാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് നിന്നോട് എന്ത് സ്നേഹമാണ്, ഇത്ര ഞാൻ എടുത്തുകൊണ്ട് വന്നല്ലോ ഒരു ഉമ്മതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണം, അയ്യടാ അതൊക്കെ മുറി പോയിട്ട് മതിയെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മൂക്കി പിടിച്ചിങ്ങനെ ഒരു പിച്ചൊക്കെ കൊടുക്കുവാണ് കേട്ടോ. ആ സമയത്ത് അടുക്കളയിൽ ചെല്ലുമ്പോൾ രേവതി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര പറയാണ്, എടി ഇവിടെ ഇരുന്ന ഫ്ലാസ്ക് എന്തിയാ, അതിൻ്റെ അകത്തിരുന്ന പാലെന്തിയേ, നീ ഒരു കള്ളിപ്പൂച്ചയാണല്ലോ, നീ കട്ട് കുടിച്ചു കാണുമോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേഷ്യം വന്ന് രേവതി പറയും, നിങ്ങളുടെ കണ്ണിലെന്താ ഗോലിയാണോ, കാണാൻ പാടില്ല ഇതേ ഫ്ലാസ്ക് ഇരിക്കുന്നു എന്ന്. അപ്പോൾ ചന്ദ്ര ചെറുതായിട്ട് ചമ്മന്നുള്ളൂ കേട്ടോ. എന്നാലും പുള്ളിക്കാരി ഒരു ഗ്ലാസ്സിൽ ഫ്ലാസ്കിൽ നിന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് പോയി ശ്രുതിക്ക് കൊണ്ട് കൊടുക്കുവാണ്. ശ്രുതിക്ക് കൊണ്ട് കൊടുത്തിട്ട് പറയും, മോളിത് കുടിക്കുക. എന്നിട്ട് പറയും, നിങ്ങൾ വന്ന് കഴിയുമ്പോൾ ഇനി തൊട്ട് എന്നും നിങ്ങളെ ഒന്ന് ഒഴിഞ്ഞിരുന്നാൻ കണ്ണ് കിട്ടാതിരിക്കാൻ, ഇവിടെയും വേറെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പലരും കണ്ണ് വെക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് രേവതി അവിടെ നിൽക്കുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സച്ചി കുടിച്ച് ബോധമില്ലാതെ കയറി വരുന്നത്. സച്ചി കയറി വന്നിട്ട് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്നതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലാണ് വന്നേക്കുന്നത്, വണ്ടിക്കകത്തൊന്നും അല്ല എന്ന് പറയുമ്പോൾ പറയുവാണ്, അതല്ലേ സ്റ്റിയറിങ് കാണാത്തേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാം, നീ തൊട്ട് പോരുത്, നീ ഒറ്റയെടുത്തുള്ള എല്ലാത്തിനും കാരണം. ഇന്ന് ആ ഫിനാൻസ് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ എന്നെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രുതി പറയാണ്, എടാ ഇപ്പോൾ ഈ വീട്ടിൽ നീ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, ഇങ്ങനെയൊന്നും പെരുമാറരുത്, ഇതൊന്നും മാനേഴ്സ് അല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന സച്ചി പറയാം, നീ എൻ്റെ കാര്യം തന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര ഇതെല്ലാം കണ്ടിട്ട് പറയാണ് രേവതിയോട്, ഇവനെ വല്ല തോട്ടിലോ ആറ്റിലോ കൊണ്ട് മുക്കാൻ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയും, മുക്കണ്ട എന്നെയല്ല, മഹാഭാവങ്ങൾ ഏതാ ദേ നിങ്ങളുടെ അവനെ സുധീനെ കൊണ്ട് മുക്കാൻ പറയുവാണ് കേട്ടോ. ഇവൻ ഒറ്റ ഒരുത്തവൻ ഓടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇവൻ വീട് വിട്ടു പോയത് കൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ടെൻഷൻ ആവുകയാണ് കേട്ടോ. അവർ രണ്ടും ഇനി സച്ചിവെല്ലാം വിളിച്ചു പറഞ്ഞാലോ എന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഗ്ലാസ്സിൽ പാല് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ചോദിക്കും, ഇതെന്താ വെള്ള കളർ വെള്ളമോ എന്ന് പറഞ്ഞ് കൈയിട്ട് ഇളക്കിയിട്ട് സച്ചി അതെടുത്ത് കുടിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര പറയും, ഓ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് പിന്നെയും ദേഷ്യപ്പെടുവാണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെയും തിരിച്ചു വന്ന് ഇവർ തമ്മിൽ ഓരോ വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അങ്ങ് കയറി വരുന്നുണ്ട് കേട്ടോ. രവീന്ദ്രൻ ഇത് കാണുമ്പോൾ ആ കൂടെ വിഷമാവും. എന്നിട്ട് ചോദിക്കും, മോനെ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ആ കുങ്കുമപ്പൂ ഇട്ട ഒരു ഗ്ലാസ് പാല് കുടിച്ചായിരുന്നു എന്ന് പറയും കേട്ടോ. അവൻ പറയും, അതല്ലടാ നീ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവൻ പറയും, ഞാൻ കുടിച്ചാ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഓരോ കാര്യങ്ങളും പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയും, ശ്രുതിയോട് പറയടി, മേക്കപ്പ് ആർട്ടിസ്റ്റായി നിൻ്റെ ഭർത്താവ് ഇട്ടേക്കുന്ന ഷർട്ട് പോലും ഞാൻ മേടിച്ചു കൊടുത്തേക്കുന്നത്, ഈ വീട്ടിലോട്ട് 1 രൂപയുടെ കാര്യം അവൻ ചെയ്യുവേലോ, ചിലവിനൊന്നും ചെയ്യുവേല, ഇവൻ ഒറ്റ എടുത്താൻ കാരണം എൻ്റെ തലയിൽ ഇപ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഭാരം, ഇവനെ ഓടിപ്പോയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രയും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ടെൻഷൻ അടിക്കുവാണ്, എന്തേലും സച്ചിനെ വിളിച്ചു പറഞ്ഞാലോ എന്നോർത്ത്. രേവതിയും ശ്രുതിയും പരസ്പരം ഇങ്ങനെ എന്താ ഈ പറയുന്നതെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുവാണ് കേട്ടോ. അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ചന്ദ്ര പറയും, മോളെ നീ കയറിപ്പോയി, ഇവനിങ്ങനെ ഓരോ പിച്ചും പേയും പറയുന്നു ശ്രുതിയോട് പറയുവാണ് കേട്ടോ. ശ്രുതിയോട് പറയും, നീ അവളെ കൂട്ടിക്കൊണ്ട് പോടാന്ന് പറയും. അത് കഴിയുമ്പോഴേക്കും അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി പറയും, അച്ഛാ എനിക്ക് ഫുള്ള് കടങ്ങളാണ്, എനിക്ക് മുഴുവൻ പ്രശ്നങ്ങളാണെന്നൊക്കെ വിഷമിച്ച് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇവളാ അതിനൊക്കെ കാരണം എന്ന് രേവതിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇവളൊറ്റ എടുത്തവളാ, ഇവളന്ന് ഗജാനന്ദൻ്റെ കാര്യം എന്നോട് മറച്ചു വെച്ചു, എന്നിട്ടോ എൻ്റെ ജീവിതം പോയില്ലേ, ഞാനിപ്പോൾ കടക്കാരനായില്ലേ, എൻ്റെ വണ്ടി പോയില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പം സച്ചിയും പയ്യെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകും. ചന്ദ്ര ദേഷ്യപ്പെട്ട അപ്പുറത്തേക്ക് കൊണ്ട് മാറിപ്പോകും കേട്ടോ. അത് കഴിയുമ്പോൾ രേവതിയുടെ അടുത്ത് അച്ഛൻ വന്നിട്ട് പറയും, മോളെ സാരമില്ല, എല്ലാം മാറും, നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. പക്ഷേ രേവതി പറയുന്നുണ്ട്, അച്ഛാ കുറച്ചു കാലം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടു കൂടിയായിരുന്നു താമസിച്ചത്. പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാണ്, ഒരുപാട് സന്തോഷവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കരയേണ്ട വരുമെന്നുള്ളത് വലിയൊരു സത്യമാണെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഇനിയൊന്നും പഴയതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറി പോവാണ് കേട്ടോ രേവതി എന്നിട്ട് മുറി ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി നിലത്ത് കട്ടിലെ കാലും വെച്ച് ബാക്കി ശരീരം നിലത്തുമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇത് കണ്ട് സങ്കടപ്പെട്ട് റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.